യെസ്, ഇത്തവണ പോലീസ് നീക്കം പഴുതടച്ചതായിരുന്നു. രാഹുൽ മാക്കൂട്ടത്തിൽ MLA റിമാൻഡിലായി. മൂന്നാമത്തെ പരാതിയിലാണ് പോലീസ് നടപടി. അത് ദ്രുതഗതിയിലായിരുന്നു. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് അർദ്ധരാത്രി പത്തനംതിട്ട പോലീസ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തത്. അറസ്റ്റ് വിവരം ചോരാതിരിക്കാൻ നീക്കങ്ങൾ അതീവ രഹസ്യമാക്കി തന്നെ വെച്ചു. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ ഒരു മിന്നൽ ഓപ്പറേഷൻ വിജയം കണ്ടു. അറസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് വരുന്ന വാർത്തകൾ. പരാതിക്കാരി അയച്ച വൈകാരികമായ ശബ്ദ സന്ദേശം മുഖ്യമന്ത്രി കേട്ടതോടെയാണ് DGPക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത് എന്നാണ് വിവരം. പോലീസിൻ്റെ നീക്കം വ്യക്തമാക്കുന്നത് എന്താണ്? സ്ത്രീ സുരക്ഷ അതീവ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു എന്നാണ്. ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ ജയകുമാറാണ്. ജയകുമാർ, ഈ അറസ്റ്റ് ജയകുമാറിന് നൽകിയ സന്ദേശം എന്താണ്? അർദ്ധരാത്രി അതീവ രഹസ്യമായി പോലീസ് അവിടെ എത്തുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഇത് കണ്ട് ശ്രീ ജയകുമാറിന് എന്ത് തോന്നി? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ്, പക്ഷേ അയാളെ ശിക്ഷിക്കപ്പെടണം. ഈ നാണംകെട്ട സർക്കാരിന്റെ പോലീസിന് ഒരു നാണംകെട്ട പൊന്തോൽ കൂടിയാണ് ഇപ്പോഴെന്ന് ജനങ്ങൾക്ക് എനിക്ക് പറയാവുള്ളൂ. ഈ വിഷയം മാസങ്ങളോളം ചർച്ച ചെയ്താണ് ഇലക്ഷന് മുമ്പ്. ജനത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തില് ഇവിടെ തന്നെ അയാൾ ഒളിവിലായിരുന്ന സമയത്ത് ഈ പോലീസിനെ കൊണ്ട് അയാളെ ഒരു രോഗം അനക്കാൻ സാധിച്ചില്ല. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തില് 2 ജാമ്യം എടുത്തു കഴിഞ്ഞ് അയാൾ പാലക്കാട് തന്നെ സ്ഥിരമുണ്ട്. ഇപ്പോഴും പാലക്കാടുണ്ട്. നിങ്ങളെയൊക്കെ ചാനലിലാണ് കാണിക്കുന്നത്. സ്ത്രീകളുമായിട്ട് നടന്ന് സെൽഫി എടുക്കുന്നുണ്ട്, അവരുമായിട്ട് പലയിടത്തും പോകുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ രാജ്യരാമാനം 12:30 മണിക്ക് ശേഷമേ ഇവിടുത്തെ പോലീസ് കഴിഞ്ഞുള്ളൂ എങ്കിൽ ഇവരെ നാണം കെട്ട ഗതികെട്ട പോലീസ് എന്നേ പറയാവുള്ളൂ. ചാടിപ്പോയതല്ലേ, അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ടൊക്കെ ഒരു മുന്നറിയിപ്പ്. ചാടിപ്പോയത് പോലീസ് സാറേ ഒന്നുകൂടെ പറഞ്ഞിട്ട് എന്നെ അവസാനിപ്പിക്കാം. ചാടിപ്പോയത് രാഹുലിന്റെ കഴിവാണോ? രാഹുലിന്റെ കഴിവുകേടാണോ ചാടിപ്പോയത്? അതേ പോലീസിന്റെ കഴിവുകേടാണോ? എനിക്ക് ഒന്നുകൂടെ ചോദിക്കാനുള്ളത്, ഇവിടെ DYFIയും യുവമാർച്ചയും കൂടെ വണ്ടിയിലെ പോലീസ് നിയമം നടപ്പാക്കണമെങ്കിൽ അതിന്റെ പറയാ യവമാരി വണ്ടി നടന്ന് ഈ ആവേശം കാണിച്ചു. ഇവർ നേരെ പോയിട്ട് അസംബ്ലിയിലോട്ടാണ്. അസംബ്ലിയിൽ ചെന്ന ഇവരുടെ ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്. അവിടെയാണ് യവമാർ ഊറ്റം കാണിക്കേണ്ടത്. കൂടാതെ ചെയ്യേണ്ടത് അവിടെ മതിയായി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിലോട്ട് പോകണം. അവിടെ BJP ആൾക്കാരും ഇരിപ്പുണ്ട്. ഈ ആന്റണി രാജുവിന്റെ ഷഡ്ഡി സമരത്തിന് ഈ DYFI യുവമാർച്ച് ഷഡ്ഡില്ലാതെ നടക്കോ? ഈ രാജ്യത്തൂടെ നടക്കോ? അതൊക്കെ വേണം ചെയ്യാനുള്ളത് ഇവര്. അല്ലാതെ പോലീസിന്റെ പൊന്തൂരല്ല, ഒരു ഗതികെട്ട ഒരു സർക്കാരിന്റെ ഗതികെട്ട പോലീസിന്റെ ഗതികെട്ട പരിപാടിയാണെന്ന് എനിക്ക് പറയാം. ശരി, ഓക്കെ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സ്ത്രീകൾ പൊതുവേദിക്ക് ധാരാളം സ്ഥിരം വനിതാ പ്രേക്ഷകരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ വനിതാ പ്രതിനിധികളൊക്കെ വിളിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ബിനുകുമാർ എന്നോടൊപ്പം ചേരുന്നു ചടയമംഗലത്ത് നിന്ന്. ശ്രീ ബിനുകുമാർ, ഹലോ. പറഞ്ഞല്ലോ. രാഹുലിന്റെ അറസ്റ്റ് പോലീസിന് ഒരു പൊൻതൂവലല്ല എന്ന് പറയുന്നതിനെ ബിനുകുമാർ അംഗീകരിക്കുന്നോ ഇല്ലയോ? അല്ല, എന്റെ അഭിപ്രായം പൊൻതൂവൽ എന്നുള്ളതല്ല. കഴിഞ്ഞ തവണ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിനെയും കേരള ജനതയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുത്തുകയും വട്ടം ചുറ്റുകയൊക്കെ ചെയ്തു. ഇത്തവണ ആവശ്യമായ മുൻകരുതലെടുത്ത് കൃത്യമായി അവർ നടപടിയെടുത്തു എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അല്ല, അത് പറഞ്ഞില്ലേ, ഇപ്പം ഈ ആദ്യത്തെ ഒരു അനുഭവം കേരള പോലീസിന് അത് വന്നതുകൊണ്ട് നമ്മൾ ഈ സർക്കാർ തലത്തിൽ വേറെ രീതിയിലോ അവരുടെ പൊന്തുവലോ അങ്ങനെ ഒന്നും പറയണ്ട. ആരുടെയും പൊന്തുവലെന്നുള്ള രീതിയല്ല. പോലീസ് കൃത്യമായിട്ട് അത് മുഖ്യമായിട്ട് കണക്കിലെടുത്ത് രക്ഷപ്പെടാൻ ഒരു പഴുതും ഇല്ലാത്ത രീതിയിൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെതായ രീതിയിൽ നിയമപ്രകാരം പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, വ്യക്തമാണ്. ശിവദാസൻ നാദാപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസൻ, നമുക്ക് നിറയെ പ്രേക്ഷകരുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ കുറെ കൂടെ സ്ത്രീ പ്രേക്ഷകർ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ഷിജു കിരിയത്ത് ഹായ് എന്ന് പറയുന്നുണ്ട്. പ്രമോദ് നാണു എന്തൊക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശിവദാസൻ നാദാപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ബാലരാമപുരമാണ്. ഞാൻ നാദാപുരം കേട്ടപ്പോൾ ഇത് ഏതാണ് നമ്മുടെ പുതിയൊരു ആളാന്ന് വിചാരിച്ചു. ഓക്കെ, ബാലരാമപുരത്ത് ശിവദാസൻ. യെസ്, വളരെ വേഗത്തിൽ, നമുക്കിന്ന് സമയം കുറവായുണ്ടോ? സാറേ, ഇത് എന്താ പറയുക, ഇത് നമ്മള് ഗതികെട്ട് പോലീസുകാരന്മാർ ഇത്തിരി കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അയാളായിട്ട്
കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത അവസാനം ലാസ്റ്റ് ഗതിയില്ല വന്നപ്പോ രാത്രി പിടിച്ചുകൊണ്ടുവിട്ട് അവിടെ കൊണ്ടുവന്നു. ഈ പെണ്ണ് കള്ളന്മാര് പെണ്ണ് കള്ളികളും കൂടെ ഉണ്ട്. അതല്ലേ, പെണ്ണ് കള്ളന്മാര് പെണ്ണ് കള്ളികളും ഉണ്ട്. ഇതിനെ കുറെ വേഷം കെട്ട് നമ്മളെ ജനങ്ങൾ എവനെയൊക്കെ എന്താ പറയുക, ഇത് പ്രത്യേക അക്ഷരം വെച്ച് സത്യമാണ് എനിക്ക് പിടിച്ച് അകപ്പെടണം. അതേപോലെ പെണ്ണ് കള്ളി കുഞ്ഞാമത് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞാമത്, സമയമില്ല, നമുക്ക് വളരെ വേഗത്തിൽ. ശ്രീ കുഞ്ഞാമതിന് ടെലിഫോണിൽ എന്തോ സംഭവിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സദാനന്ദൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ സദാനന്ദൻ MK പറയുന്നു, ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് ചിലർ പറയും. ഏതായാലും ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുശല്യമാണ്, അയാൾ അകത്തായി എന്ന് പറയുന്നു നമ്മുടെ സദാനന്ദൻ MK നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടിവസ്ത്രം വാങ്ങാൻ 10,000 രൂപ വരെ വാങ്ങിയെന്നാണ് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നാണ്. പ്രമോദ് നാണു പരിഹസിച്ച് രാഹുലിനെ പരിഹസിക്കാൻ. നിയാസ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. നിയാസ് കേൾക്കാമോ? കേൾക്കാം. ഇത് നമ്മളുടെ ഈ ഒരു രാഷ്ട്രീയ കലയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇപ്പൊ നടക്കുന്നത്. ഇവിടെ സരിതയെ കൊണ്ട് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായി, സ്വപ്ന സുരേഷിനെ കൊണ്ട് രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായി. ഇപ്പോ ശബരിമലയുടെ ഒരു വിഷയം മാറണം, ഒരു ചൂതാട്ടക്കളിയാണിത്. ഈ ചൂതാട്ടക്കളിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം പോയ സ്ത്രീ, രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ എത്ര സ്ത്രീകളായാലും ശരി തന്നെ, രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പോയ സ്ത്രീക്ക് കല്യാണം കഴിഞ്ഞതാണ് ഭർത്താവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം റൂം എടുത്തു പോയത്? എന്താണ് ഈ മനുഷ്യനെ ആളുകൾ അവിടെ പ്രശ്നമുള്ള ചില കുടുംബ പ്രശ്നമുള്ള സ്ത്രീകളെ ഇങ്ങനെ വിളിച്ചു വരുത്തുകയാണ്? എന്താണ് എനിക്ക് അല്ല, അങ്ങനെ സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടെ അന്യ പുരുഷന്റെ കൂടെ പോകാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ ഈ സ്ത്രീ വിഷയം തന്നെ സ്ത്രീകളാണ്. ഇപ്പം കഥയല്ല ജീവിതത്തിൽ മതപാല നടത്തിയ പ്രോഗ്രാമിൽ നോക്കിയ ആയിരക്കണക്കിന് സ്ത്രീകളാണ് കുറ്റവാളികൾ. ഈ പുരുഷനെ എന്ത് പറഞ്ഞിട്ട് അടിച്ചമർത്താന്നുള്ള സ്ത്രീകളുടെ ഒരു രീതിയാണത്. അല്ല, പക്ഷേ ഇത് ഒരു ഒരു റൂമിൽ വന്നാൽ ഒരു സ്ത്രീ വരുന്നത് വ്യഭിചരിക്കാനാണ്. അല്ല, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിലെ അല്ല നിയാസ്, ഞാനും കൂടി പറയുന്നത് ഞാൻ നിയാസ് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ ഒരു MLA പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ വിളിച്ചു എന്ന് കരുതി അങ്ങ് പോയി, അല്ലെങ്കിൽ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ തന്നെ ലിസ്റ്റ് എടുത്താല് ഒരുപാട് എല്ലാരും ഭയങ്കര സെലിബ്രിറ്റികളുണ്ട് സ്ത്രീ കേസില്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചല്ലോ, എന്തായാലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ലല്ലോ. സമൂഹ മാധ്യമത്തിൽ വന്ന് ഇവരെല്ലാം ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയട്ടെ. ഇപ്പൊ ഭരണത്തിൽ ഉള്ളവര് ഒന്ന് മറുപടി പറയട്ടെ. ശരി, ഓക്കെ, വ്യക്തമാണ്. ഇത് ശബരിമല വിഷയം ഇനി തന്ത്രിയെ കൊല്ലാതിരുന്നാൽ കൊള്ളാം. ഇത് ശബരിമലയുടെ വിഷയം ചൂതാട്ടക്കളിയാണ്. ഇത് അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ചൂതാട്ടക്കളിയാണ്, ഈ രാഷ്ട്രീയ കളി കളിക്കുന്നത്. ആണോ? ശരി. അപ്പൊ മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമസ്കാരം. വളരെ വേഗത്തിൽ, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. മുൻ പറഞ്ഞ ആള് പറഞ്ഞത് മുഴുവൻ തെറ്റാ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ ആളാ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇരുന്നോട്ടെ. ശ്രീ മുഹമ്മദ് മഞ്ചേരി കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അപ്പൊ കോൺഗ്രസ്സുകാരും വേണ്ടേ അങ്ങേക്ക് മറുപടി പറയാനോ? അങ്ങേക്ക് ഒരു പറഞ്ഞോട്ടെ, ഇല്ലാത്തത് പറയണ്ട. ഈ പിന്നെ ഇവിടെ ചന്ദ്രനെ കൊല്ലം കൊണ്ടുപോയിട്ടതല്ല, അവിടെ തൽക്കാലം റിമാൻഡ് ചെയ്താ. അതേമാതിരി MLA റിമാൻഡ് ചെയ്തതാ, മനസ്സിലായോ? അല്ല, അതിന് ചാടിക്കോട്ട് കളിച്ചണ്ട. പിന്നെ ഈ നാണം കേട്ട മാങ്കോട്ടത്തിനെ പറയാന്നല്ലാതെ സർക്കാരിനെ പറയണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് അതിജീവിതകളുടെ ഭർത്താക്കന്മാർക്ക് അദ്ദേഹം ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. നിയാസിനെ പിന്തുണയ്ക്കുന്നു അക്വാരിയസ്. ഓക്കെ, ബുദ്ധമിത്ര പറയുന്നു, ആഹാ നിയാസിൻ്റെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം. അപ്പോൾ നിയാസിനെ പിന്തുണയ്ക്കുന്ന അക്വേരിയസ്, എതിർക്കുന്ന ബുദ്ധമിത്രനും നമുക്കൊപ്പം ഉണ്ട്. കുഞ്ഞാമത് കോഴിക്കോട് എന്നാണ് വിളിക്കുന്നത്, നമ്മുടെ CPM കാരനാണ്. എന്താ പറയുന്നത് നോക്കട്ടെ. ശ്രീ കുഞ്ഞാമത്, എന്താണ് ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അല്ലേ? ശ്രീ അനീഷിനെ ഉണ്ട് കൊല്ലത്ത് നിന്ന്. അനീഷ ഓ ശ്രീമതി അനീഷ, ഞാൻ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്നൊന്ന് കേൾക്കാൻ. പിന്നെ ഇത് 10 ദിവസത്തിന് മുമ്പങ്ങാണ്ട കേസായെന്നല്ലേ പറഞ്ഞു? ഇത് നേരത്തെ കുറച്ച് മുമ്പ് പരാതി കൊടുത്തു, ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തത്. അത് മനസ്സിലായി. 10 ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ? ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കിട്ടുമോ? ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിനും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം. അതെന്തായി? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ. ഒരു പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. നമ്മൾ ആ ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല. MLA എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇത് വെച്ച് കളിക്കല്ലേ? ഇതൊരു പ്രധാന വാർത്തയല്ലേ? രാത്രി പോലീസ് കാടളയ്ക്ക് വളരെ രഹസ്യമായ ഒരു MLA പിടിച്ച് അകത്തിടുമ്പോൾ ഈ സ്ത്രീകൾ മൊത്തം ഒരാളും കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത, ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമൺ സ്റ്റേജിലായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിന് ഉടനെ റിയാക്ട് ചെയ്യാൻ? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും. സത്യം പറയാൻ പുരുഷന്മാര്, ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ, പുരുഷന്മാര് പേടിക്കേണ്ട സമയങ്ങളാ. ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, ആരും കുഞ്ഞുണ്ട്. നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പീഡനം. നോക്കിയെന്നും പറഞ്ഞ് കേസ്. അപ്പൊ ഞാൻ ശ്രീ അനീഷയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ കാര്യമൊക്കെ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് എന്താ പറയാന്? ഭർത്താവ് പീഡനം ഇവളുമാര് പെടുത്തിയതെന്ന് തന്നെ പറയത്തുള്ളൂ. ഭർത്താവ് എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? എന്റെ ഭർത്താവ് ഡ്രൈവറാ. അപ്പൊ അവരൊക്കെ ആരും ഇതിനെ പിന്താങ്ങുന്നില്ല. എന്താ ഏതാ ഈ സ്ത്രീകള് ഈ പീഡനം എന്ന് പറഞ്ഞു? ഇത് പീഡനമാണ്. അതുപോലെ തന്നെ അതിജീവിതം. നിങ്ങൾ എല്ലാത്തിലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ. ഇവിടെ ഇവര് പരാതിക്കാരിയാ. ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ. ഇതിവിടെ അതിജീവിതം എവിടെയാ ഉണ്ടാകുന്നത്? ഇവര് പറഞ്ഞ ഒന്ന് അതിജീവിതം. നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ? ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ്, എത്രയോ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു. അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ലേ? എന്റെ ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങുക. വ്യക്തമാണ്. ഏതായാലും അനീഷയ്ക്ക് ആവശ്യമായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കൂടുതൽ സ്ത്രീകൾ നമ്മുടെ വനിതാ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുകയാണ്. അവരെ ഒക്കെ ഇതിൽ പ്രതികരിക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ മറ്റ് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി. ശ്രീ രവീന്ദ്രൻ, ചുരുങ്ങിയ വാക്കുകളിൽ. ഒരു മിനിറ്റ് കാരണം ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ പീഡനത്തെ പറ്റിയല്ല പറയാം. നമുക്ക് ഇനി വരുന്ന ഇലക്ഷനില് ഇവിടുത്തെ സമ്മതിദായകർ ഓരോരുത്തരും വിലയിരുത്തേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൈക്കുമ്പിളി കൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കി അഴിമതിയുടെ കരപുള്ളാത്ത ഒരു കൈയുമായി വന്ന് വോട്ട് ചോദിച്ച ഒരു വ്യക്തിയുണ്ട്, അറിയോ? ബഷോമാൽ ശ്രീധരൻ. ആ ശ്രീധരന് വോട്ട് ചെയ്യാത്തതിന്റെ പശ്ചാത്താപമാണ് ഇന്നിപ്പോ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മണ്ഡലത്തിലുള്ളവരെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാണം കെട്ട രീതിയിൽ അവർ തല താഴ്ച നടത്തേണ്ട അനുഭവം വന്നു. അതുപോലെ നമുക്ക് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മള് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്. നല്ല വ്യക്തികൾ ആര് വരുന്നോ അവരെ മാത്രം വോട്ട് ചെയ്യുക. ഈ രാഹുൽ മാൻകുട്ടത്തിനൊക്കെ ഇതിന് മുൻപേ സമയം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഞാൻ കൂടുതൽ വനിതാ സ്ത്രീ പ്രേക്ഷകരെന്ന് വിളിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. നോക്കട്ടെ എന്താണ് അവരുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കൂടിയുണ്ട്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ചുരുങ്ങിയ വാക്കുകളിൽ. നമുക്ക് സമയമില്ല. അതായത് ഇതിനകത്തുള്ള വിഷയം
പീഡന കേസോ അല്ലെങ്കിൽ കേസിന്റെ ഒഫൻസിന്റെ വ്യാപ്തിയെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലത്. പ്രേക്ഷകരുടെ നേരത്തെ ഒരു സഹോദരി സംസാരിച്ചതിൽ ഭാഗികമായിട്ട് ധാരാളം വസ്തുതകളുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ഒരു ജനപ്രതിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ സെന്റൻസ് നമ്മളൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. സീസറുടെ ഭാര്യ എപ്പോഴും സംശയത്തിന് അതീതരായിരിക്കണം. സീസറും സംശയത്തിന് അതീതരായിരിക്കണം നമുക്കിപ്പോ പറയാം അല്ലേ? എംഎൽഎയും തീർച്ചയായിട്ടും. അതെ. അപ്പൊ അതെന്തുകൊണ്ടാണെന്നോ അത് എനിക്ക് ഈ ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനമുള്ള ആളല്ല, പറഞ്ഞു കേട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അതിലെന്തുകൊണ്ടാണ് പറഞ്ഞത്? സീസറുടെ ഭാര്യ മോശമായതുകൊണ്ടല്ല, പക്ഷെ ഒരു സംശയത്തിന്റെ ലാഞ്ചന പോലും സീസറുടെ ഭാര്യയുടെ മേളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള നല്ല രാഷ്ട്രീയ നേതൃത്വമാണ് നമുക്ക് വേണ്ടതാണ്. സമയമില്ലാത്ത നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായി പിന്നെ ഒരു ദിവസം സംസാരിക്കാം. അപ്പോൾ മലയിൽ പയ്യൻ എന്നോട് പറയുകയാണ് അനീഷ അവതാരകനെ ഞെട്ടിച്ചെന്ന്. ഓക്കെ, അനീഷ അവതാരകൻ ഞെട്ടി എന്നാണ് പറയുന്നത്. ഓ എൻ്റെ പൊന്നെ. അപ്പോൾ അനീഷയ്ക്ക് പിന്തുണക്കാരുണ്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ സതി ബാബുരാജ് എന്നോട് പറയുന്നു, നമസ്കാരം മനു, കൂടുതൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഓർ അമ്പാടി ബാലസദൻ 20th ആനിവേഴ്സറി 18 ജാനുവരി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സതി ബാബുരാജിൻ്റെ ഒരു സംവിധാനമുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാലസദൻ. അത് 20th ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ജനുവരി 18-നാണ്. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും, നമ്മുടെ പൊതുവേദി കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും. കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നൽകാനും അതുപോലെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ പ്രായമായവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും ഒക്കെ സഹായങ്ങൾ നൽകാൻ കൂടുതൽ കരുത്ത് സതി ബാബുരാജിന് കിട്ടട്ടെ. അവരുടെ ഭർത്താവും നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. രണ്ടുപേർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സാറാണ് സ്ത്രീകളെ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കാനേ നിവർത്തിയുള്ളെന്ന്. ഞാനാ വിളിച്ചു വരുത്തിയത്. ഞാൻ സ്ത്രീകൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. അപ്പം ഞാനത് കേൾക്കാൻ തയ്യാറാണ്. എനിക്കതിലൊന്നും പരാതിയൊന്നുമില്ല. അവരുടെ അഭിപ്രായം അവർ പറയട്ടെ. സീസറിൻ്റെ ഇരയും പരിശുദ്ധയാകണം എന്ന് അക്വേറിയസ് എന്നോട് പറയുന്നു. പക്ഷേ ബുദ്ധമിത്ര എന്നോടൊപ്പം കേട്ടോ. അനീഷ ചേച്ചിക്ക് നിയമവും കാര്യമൊന്നും പിടികിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. സദാശിവൻ നായർ പറയുന്നു, ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടെ, കോൺഗ്രസ്സുകാർ ഇതിന് പിന്നിൽ പോകരുത് എന്ന് പറയുന്നു. അക്വേറിയസ് പക്ഷേ അനീഷ ചേച്ചിയാണ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പീഡനമല്ല, ഇത് ആരുടെ കാര്യത്തിലായാലും ഇത് പീഡനമല്ല എന്നാണ് നമ്മുടെ സുനിൽ കുമാറിൻ്റെ അഭിപ്രായം. AKG സെൻട്രൽ ഇലക്ഷന് മുമ്പ് അതിജീവിതമാർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് എന്ന് ഒരു പരിഹാസം അവിടെ വയ്ക്കുന്നു. രാഹുലിനെ ചേച്ചിയെ രാഹുലും കാണാതിരിക്കുന്നത് കാര്യമായി എന്ന് ബുദ്ധമിത്ര കൃഷ്ണൻകുട്ടി വന്നിട്ടുണ്ട്. AK കൃഷ്ണൻകുട്ടി മനുവിനെ പൂട്ടിയ മാങ്കൂട്ടത്തിനെ പൂട്ടി, ഞാൻ മനുവിനെ പൂട്ടിയത് മാങ്കുവിനെ പൂട്ടിയ പോലീസിന് ബിഗ് സല്യൂട്ടാണ് കൃഷ്ണൻകുട്ടി നൽകുന്നത്. അപ്പോൾ എന്നോടൊപ്പം ബിനീഷ് ആലപ്പുഴയിൽ നിന്നാണ്. ബിനീഷെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ബിനീഷ്. അതെ, ആദ്യമായിട്ട് തന്നെ കേരള പോലീസിന് വലിയൊരു ബിഗ് സല്യൂട്ട്. MLA എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളെ ലൈംഗികമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള ഇടപെടലാണ് പോലീസിന്റെ. കോടതി പോയി ജാമ്യം എടുക്കാൻ കഴിയുന്നതിന് മുമ്പേ പിടിച്ചകത്തിട്ട് നന്നായി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഷാൻ കൂടി എന്നോടൊപ്പം ചേരുന്നു, തിരുവനന്തപുരത്ത് നിന്ന്. ഷാൻ കൊടുക്കുന്നുണ്ടോ അതോ? ഞാൻ തിരുവനന്തപുരം മണക്കാട് നിന്നാണ്. ഞാൻ സ്ഥിരം പ്രേക്ഷകരാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടത്തെ പിണറായി വിജയൻ 8 വിരിവുള്ള നെഞ്ചും വെച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരുപാട് അതിജീവിതകൾ ഉണ്ടായി. അതിന്റെ ഏറ്റവും വലിയ അതിജീവിതയാണ് ഇന്ന് ഭാവന. ഒരു അതിജീവിതയുടെ പേര് നമ്മൾ പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്തതല്ലോ. ഈ സമൂഹത്തിന്, കേരള സമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്ന കുട്ടിയാണല്ലോ. അതൊക്കെ അറിഞ്ഞ അതൊന്നുമല്ല. ഞാൻ സമ്മതിക്കില്ല. ടെലിവിഷൻ റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ആ ടെലിവിഷൻ റൂളില് യാതൊരു തരത്തിലുള്ള ആളുകളുടെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമപരമായ ഒരു ഇതാണ്. അത് അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. ആ നിയമം വിട്ട് കളിയില്ല. അതിജീവിത ആ അതിജീവിതയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്തു? ദിലീപാണ് അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് ഒരു പൊതുസമൂഹം. നമ്മൾ കോടതി വന്ന് ദിലീപ് രക്ഷപ്പെട്ടാൽ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് കോടതിയിലല്ലേ ഇരിക്കുന്നത്. മുകേഷിന് ഇതുപോലത്തെ ആരോപണം ഉണ്ടായല്ലോ. എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതേ ആക്ഷൻ അവരുടെ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ എടുത്തില്ല? ഇവിടുത്തെ സമൂഹങ്ങളില് ഒട്ടുമിക്ക സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും തുടക്കത്തിലെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ ആക്ഷൻ എടുക്കാൻ പറയുന്നില്ല? അപ്പോ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ മാത്രം സ്വന്തമായിട്ട് പാർട്ടിക്ക് അനുകൂലമായി വരികയും ഒരു രാഷ്ട്രീയത്തിന്റെ ഘട്ടം വരുമ്പോഴത്തേക്ക് കിറ്റ് കൊടുക്കുന്നത് പോലെ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ്. ഷാനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ രണ്ടുപേർക്കെതിരെ ഇതുപോലത്തെ നടപടി വേണമെന്നാണോ, അത് രണ്ടുപേർക്കെതിരെ നടപടി പാടില്ലെന്നാണോ ഷാൻ പറയുന്നത്?
അങ്ങനെയല്ല, സമൂഹത്തിന്റെ ഇടയിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിലല്ല കാര്യം. എല്ലാ രീതിയിലുള്ള എല്ലാ ആക്ഷനും ഒരുപോലെ എടുക്കണമെന്നാണ്. ഞാൻ ഒരു വ്യക്തിയാണ്, ഞാനൊരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പയ്യനാണ്. എന്നെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ പ്രലോഭിപ്പിച്ചാൽ ഒരു ജനപ്രതിനിധി അങ്ങ് പോകാമോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. പുരുഷന്റെ സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ തെറ്റിലോട്ട് വഹിക്കുന്നത്. എത്ര സാഹചര്യം, ഇത് എല്ലാ ദിവസവും സാഹചര്യമാണല്ലോ. ശരി, അതെങ്ങനെ ഒരു കുറ്റം ഒരു പുരുഷന്റെ മേലിൽ മാത്രം ആധിപത്യം ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ പരാതിയാണ്, ഇനിയും പരാതി വരുമെന്നാണ് ഞാൻ കേൾക്കുന്നത്. നോക്കാം നമുക്ക് എന്താ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സമൂഹത്തിന്റെ ഇടയിൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള ഒരാൾ എന്നെ ബിരിയാണിക്ക് വേണ്ടി വെച്ച് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പോയിന്നിരിക്കും. എനിക്ക് ബിരിയാണി ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോകും, അത്ര മാത്രമേ ഉള്ളൂ. കാരണം ബിരിയാണി തിന്നാൻ വെറൈറ്റി ബിരിയാണി ഉള്ളവരില്ലേ, ഇഷ്ടപ്പെടുന്ന ബിരിയാണി. ജനപ്രതിനിധി ഷാനെ ഒന്ന് കേൾക്കട്ടെ, ഒരു ജനപ്രതിനിധി ഒരു നാട് ഭരിക്കാൻ നമ്മൾ തയ്യാറെടുക്കി അയക്കുന്ന ഒരാള് ഇതുപോലെ ചെയ്തെന്ന് പറയുമ്പോ ബിരിയാണി കഴിച്ചതും ഇതുമായിട്ട് അതിനെക്കാട്ടി കഴിപ്പണം കെട്ട ഒരു ജനം എത്രയായിരം മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത്. അതിനെക്കാട്ടി കഴിപ്പണം കെട്ട ഒരു മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടി കഴിപ്പണം കേട്ട് ഇനി എന്ത് വരാനിരിക്കുന്നു? ഒരു പുരുഷനായതുകൊണ്ട് ഒരു പെണ്ണുമായിട്ട് സല്ലപിച്ചു, അവർക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു, ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ആയി കെട്ടൂലെന്നോ അവർക്ക് വേണ്ട സാമ്പത്തികം കിട്ടൂല എന്നറിഞ്ഞപ്പോ അവർ കൊണ്ടുവന്ന് തിരിഞ്ഞത് ഓൺ ദ സ്പോട്ടിൽ ഈ കുട്ടിക്ക് പരാതി കൊടുക്കാൻ പറ്റിയില്ലേ? ആ കുട്ടിയുടെ വായിൽ എന്താ പല്ല് ഇളക്കി വെച്ചിരുന്നോ? അതേ സ്റ്റിച്ചിട്ട് വെച്ചിരുന്നോ? അതേ നാക്ക് പഠിച്ചില്ലായിരുന്നോ പറയാൻ? അന്നൊന്നും ഈ ഇത്രയും കാനഡയിൽ പോയി ജീവിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് പരാതി ഇങ്ങനെ ഒരു പരാതിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇത് സാധാരണ ഒരു പരാതിയല്ലല്ലോ. ഇവിടെ എത്രയോ അതിജീവിതകൾ മുന്നോട്ട് വന്നു. ഇവിടെ ഞാൻ വന്ന അതിജീവിതം തന്നെ നേരിടേണ്ടി വന്ന പ്രയാസം കണ്ടില്ലേ? ഫേസ്ബുക്കിൽ അവരെ എത്രമാത്രം വിമർശിക്കപ്പെട്ടു, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെട്ടു, അവരുടെ ഭർത്താവായിരുന്ന ആൾക്ക് വലിയ പ്രതിസന്ധി നേരിട്ടു, അവരുടെ കുടുംബം, അച്ഛൻ, അമ്മ, അവരെല്ലാം പ്രതിസന്ധിയിലായില്ലേ? അപ്പൊ ആ പേടി ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അപ്പൊ നാളെ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിക്കണ്ട, അവനൊരു ജീവിതം വേണ്ട, അവന് നാളെ MLA യോ മന്ത്രിയോ ആവാൻ പാടില്ല. അവന് തലപൊക്കി അവന്റെ ഒരു ആറ്റിറ്റ്യൂഡിലോട് അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മികൾക്ക് എന്ത് കുഴപ്പം? അവന്റെ ക്വാളിറ്റി രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ വിഷയമാണെന്ന് അറിയുന്നത് അദ്ദേഹം നേരത്തെ കൂടെ ഒരു മുൻകരുതൽ എടുക്കണമായിരുന്നു അല്ലേ? അതല്ല, ഈ ലോകത്ത് ഈ സുലഭമായി നാളെയും നടക്കും, മറ്റന്നാളും നടക്കും. ഈ ലോകം ഉള്ളിടത്തോളം കാലം ഇതെല്ലാം നടക്കും, ഇത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് അവൻ വലിച്ചെടുത്ത് പിടിച്ച് വണ്ടിയിൽ കൊണ്ടിട്ട് പോയി അവന്റെ സുഖലോകം ചെയ്തതല്ലോ. അവർക്ക് ഐസ്ക്രീം താങ്കളുടെ അഭിപ്രായം ശരി, കൃത്യം മനസ്സിലായി. ഞാൻ ഒരു വനിത കൂടെ വരുന്നുണ്ട്, എന്താ അവർക്ക് പറയാനുണ്ട്? റോസില കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി റോസില ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യണോ, അതോ വീട്ടമ്മയാണോ? ഞാൻ ഹൗസ് വൈഫാണ്. ഈ പോലീസിന്റെ വളരെ സ്മാർട്ടായ ഒരു ആക്ഷൻ കണ്ടപ്പോൾ ശ്രീമതി റോസിലേക്ക് എന്താണ് തോന്നിയത്? ഞാനിപ്പോ പറയട്ടെ, രാഷ്ട്രീയപരമായിട്ട് ഒരു ബന്ധോ ഒരു കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളാണ്. ഇത് കണ്ടപ്പോള് പിന്നെ തോന്നിയൊരു കാര്യം, ആദ്യം ഞാൻ വീട്ടുകാരെ വിഷമം ആലോചിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കണ്ടിരിക്കുന്ന ഓരോ വീട്ടുകാർക്ക് ഒരു അതിയായ അതിൽ വിഷമം ഉണ്ടാവും. അത് രാഹുലിന്റെ വീട്ടുകാർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും ഇത് കണ്ടിരിക്കണ. രണ്ടാമത്തത്, പൊതു സ്ഥലത്തുനിന്ന് കാണാൻ പറ്റൂല, റൂം എടുക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ പൊതു സ്ഥലത്തുനിന്ന് സംസാരിച്ചാ മതിയല്ലോ, റൂം എടുത്ത് പോയാല് റൂം എടുത്തിട്ട് പോയിട്ട് അതിലെന്താ കാര്യം? അപ്പൊ അതിന് നമ്മള് പിന്നെ ഒരിക്കലും എന്താ പറയാ, ഇങ്ങനെ ഈ ബലാത്സംഗൊക്കെ ഇതിലാക്കിയിട്ട് ഇതിന് ഉൾപ്പെടുത്താൻ പറ്റൂല. കാരണം രണ്ട് വ്യക്തികള് പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് പൊതുവേദിന്ന് പറ്റൂല, സംസാരിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ്റരുത്, പോവരുത്. റൂം ബുക്ക് ചെയ്തിട്ട് പിന്നെ പോവരുത്, റൂമിലേക്ക് പോവരുത്. എനിക്കിങ്ങനെ പൊതുവേദിനെ പൊതു സ്ഥലത്തുനിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. റൂമൊക്കെ എടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് പിന്നെ എന്താ കാര്യം? പക്ഷെ അത് വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറയുന്നത് അതാണ്. പിന്നെ വില കൂടിയ ഇതൊക്കെ വാച്ചുകളും ചെരുപ്പുകളും ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അതത് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഇത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടത് പിന്നെ വിവാഹ ബന്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ്, പക്ഷെ ഒരു വിവാഹ മോചനത്തിനായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ പുതിയൊരാൾ തന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിവാഹമോചനം നേടിയതാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വിവാഹമോചനത്തിന് നിൽക്കുന്ന ആളാണ്. അപ്പൊ ആ നിൽക്കുന്ന ആള് പൊതു സ്ഥലത്തുനിന്ന് സംസാരിച്ചാൽ മതി, റൂം എടുത്തിട്ട് അവിടെ നിന്ന് സംസാരിക്കാന്ന് പറയാൻ പറ്റൂല. കാരണം ഇതിന് അത് ബലാത്സംഗമായിട്ട് ഇതിന് കൂട്ടാൻ പറ്റൂല. കാരണം എന്താ വെച്ചാല് ഇവരൊറ്റക്കോ
ഇവര് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തതാണെങ്കിൽ മാത്രമേ അത് ബലാത്സംഗത്തിൽ കൂട്ടാനേ പറ്റുള്ളൂ. ഞാന് എപ്പോഴും ഒരു മനുഷ്യനാട്ടോ. ഞാന് പിന്നെ എന്താ വെച്ചാല് രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് രാഹുൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് പറഞ്ഞ ഒരു മനുഷ്യനെ പിന്നെ ആ മനുഷ്യന് ഓൽക്കൊരു ഇതൊക്കെ ഉണ്ടാവും, സമൂഹത്തിൽ ഒരു എന്താണ് പറയാ ഒരു വില ഉണ്ടാവും. അത് ആ വീട്ടുകാരെ ഞാൻ ഒരുപാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണുന്ന വീട്ടുകാർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും ഇല്ലേ? അതെനിക്കറിയില്ല. അത് പറയേണ്ട ആവശ്യമില്ല, അത് സത്യമാണ്. ഇത് കാണുന്ന വീട്ടുകാർക്ക് അതിയായ വിഷമം. എന്തായിരിക്കും സങ്കടം? ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണോ എന്റെ മകൻ ഇങ്ങനെ പോയല്ലോ അതിലേക്ക് എന്നതായിരിക്കും സങ്കടം? അല്ല, ഇത് ലൈവായിട്ട് ഇത് നമ്മളിത് കാണുന്ന സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ആ വീട്ടുകാർ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യല്ലേ. പിന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയൊക്കെ ചെയ്ത് പിന്നെ കുറെ അത് അന്ന് ചെയ്ത കാര്യത്തിന് അന്ന് ഇന്നിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യണം? കേസ് കൊടുക്കണം. ഇന്നിങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇന്നെങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുൻപേ അവര് കേസ് കൊടുക്കണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് വിലപിടിപ്പുള്ള ഡ്രസ്സും അതും ഇതൊക്കെ വാങ്ങി പൈസ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയണേ. പിന്നെ ഈ നമ്മളെ ഇതിന്റെ പ്രളയത്തിന്റെ സമയത്ത് എന്തോ കാര്യത്തിന് പൈസ അങ്ങോട്ട് വാങ്ങി എന്ന് പറയണേ. പിന്നെ ഇങ്ങോട്ട് ഡ്രസ് ഇതൊക്കെ കൊടുത്തു എന്ന് പറയണേ. ഒക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വരുമ്പോ അത് അന്നേരം പ്രതികരിക്കേണ്ടി വരും. ശരി, വ്യക്തമാണ്. അപ്പോൾ ഏതായാലും ശ്രീമതി റോസിലേക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അക്യൂറസ് പറയുന്നത് ശ്രീമതി റോസില ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുന്നു എന്ന് പറയുന്നു. മനോജൻ കെ വി പറയുന്ന അപ്പോൾ എന്നെ എന്തോ വിമർശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗർഭം കലക്കി ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനത് ചോദിച്ചാണ്. അപ്പോൾ എൻ്റെ വായിൽ അമ്പഴങ്ങയാണോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ വായിൽ അമ്പഴങ്ങയെന്നല്ല, ഞാനൊരു സ്ത്രീയല്ലേ, അവർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിന്നല്ലേ കാര്യം പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കേട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ശാന്തകുമാരി എന്നോട് ചോദിക്കുന്നു, ഹായ് മനു, ഹൗ ആർ യു? ഐ എം ട്രൈങ് ടു ഗെറ്റ് യു ഓവർ ഫോൺ. അപ്പോൾ എന്താണ് അവ കിട്ടാത്തത്? അപ്പോൾ ഞാൻ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് നമ്മുടെ PCR പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമതി ശാന്തകുമാരി വിളിക്കുന്നത് ഐ എം ഓൾ ഇയേഴ്സ് ടു ലിസൺ ടു യു. ഞാൻ കാത്തിരിക്കുകയാണ്. സുനിൽ കുമാർ പറയുന്ന അതിജീവിത ഭിന്നശേഷിക്കാരിയൊന്നും അല്ലല്ലോ, ബലമായി വണ്ടിയിൽ പിടിച്ച് കയറ്റി കൊണ്ടുപോയതും അല്ലല്ലോ, ഒരുമിച്ച് പോയി വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ പീഡനമായി എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ മോഹൻ പറയുന്ന റോസിലെ വക്കീൽ ഭാഗം പഠിക്കണം എന്നാണ് പറയുന്നത്. ഒരു അതിജീവിത എന്നോട് പറഞ്ഞു മനു പീഡിപ്പിച്ചെന്ന്. എൻ്റെ പൊന്നെ, അങ്ങനെയൊന്നും പറയില്ല. ശരി, ഓക്കെ. അപ്പോൾ അത് പരിഹസിക്കുകയായിരുന്നു, വ്യാജ പരാതിയാണെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായി. പക്ഷേ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ വേദന നമുക്ക് പറഞ്ഞറിയിക്കാനും കഴിയില്ല. ഓക്കെ, അപ്പോൾ ശക്തിമാൻ പറയുന്നു സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അടവാടെന്ന് പറയുന്നു. ജിയോ പറയുന്നു കല്യാണം കഴിക്കട്ടെ, സ്നേഹമുള്ള കോൺഗ്രസ് കുടുംബം ങ്ങൾ കാണുമല്ലോ എന്ന് പറയുന്നു. പിന്നെ VM തൃശ്ശൂർ എന്നോട് എന്തോ പറയുന്നുണ്ട്, ഇത്രയും ആത്മാർത്ഥത പോലീസിന് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും കേസ് ഉണ്ടാകുമായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഇംഗ്ലീഷിലാണ് ഇത് മുഴുവൻ മലയാളത്തിൽ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് വായിച്ചു. എന്തായാലും തീവ്രത അളക്കുന്ന മിഷൻ ഇപ്പോൾ പാർട്ടിയുടെ അളക്കുന്ന മെഷീനുള്ള പാർട്ടിയുടെ ആളാണ് ഇപ്പോൾ ചിരിപ്പിച്ച് കാണിക്കുന്നതെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അനീഷ റെഡി എന്ന് സെബാസ്റ്റ്യൻ CA പറയുന്നു. ഷാനിന് ചില ജയകുമാറിനെ പോലുള്ളവർ പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷേ സെബാസ്റ്റ്യനെ പോലുള്ളവർ എനിക്ക് തോന്നുന്നു ഷാനെ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാങ്കൂട്ടത്തിൽ ഇനി സ്വതന്ത്രനായി നിന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ജയകുമാർ പറയുകയാണ്. ഷാൻ അടിയന്തരമായി പത്രം വായിക്കാൻ തുടങ്ങുക, അല്ലാതെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് ദയവായി മനു ഉപദേശിക്കണം എന്ന് പറയുന്നു. രാഹുൽ എന്നെ ട്രെയിൻ ചെയ്യുമോ എന്നാണ് സെബാസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ സജീവ് കുമാർ ഉണ്ട് കൂത്തുപറമ്പെന്ന്. റെജി തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്നത്. റെജി, റെജി തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട്ടിലെ തിരുപ്പൂർ. നമ്മൾ മുമ്പ് സംസാരിച്ചില്ല, അങ്ങ് കോട്ടയത്തുകാരനാണെന്ന് പറഞ്ഞല്ലേ? ഇല്ല സംസാരിച്ചിട്ടില്ല. ഇല്ല. അവിടെ നിന്ന് രജിയല്ല, രഞ്ജിത്താണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ അതാണോ ഏതാണ്ട് അതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായി വിളിക്കുകയാണ്. അവിടെ തമിഴ്നാട്ടിലേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ അറസ്റ്റ് ചർച്ചയായോ റെജി? പിന്നെ എല്ലായിടത്തും കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള തമിഴ് നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ എന്താണ് പറയുന്നത്? എന്താണെന്ന് ചോദിച്ചാല് ഇത് പോലീസിന്റെ ഒരു വിജയമായിട്ട് കാണുകയാണ്. എന്നാന്ന് ചോദിച്ചാല് ഒരു കേസല്ലല്ലോ, പല പ്രാവശ്യമായില്ല ഇതുപോലെ ഉള്ള ഒരു തെറ്റായ നടപടി. സമൂഹത്തിലെ ഉന്നതമായ ഒരു പദവി വഹിക്കുന്ന ഒരു മനുഷ്യൻ ഒന്നിലധികം പ്രാവശ്യം ഇങ്ങനെ തെറ്റുകളിൽ അകപ്പെടുമ്പോൾ നടപടി വന്നു എന്നത് വളരെ പോലീസിന്റെ ഒരു
ആക്ടിനെ അംഗീകരിക്കുകയാണ്. ഏതായാലും റെജിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അവിടെ തിരുപ്പൂരിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളോടൊക്കെ നമ്മുടെ പൊതുവേദിയുടെ അന്വേഷണം പറയണം. പൊതുവേദിയിലേക്ക് തിരുപ്പൂരിൽ നിന്ന് വിളിച്ചതിൽ സന്തോഷം. സജീവ് കുമാർ കൂത്തുപറമ്പിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സജീവ് കുമാർ വിളിക്കുന്നുണ്ട്. സജീവേ, അനിയനൊക്കെ സുഖമായിരിക്കുന്നോ? എന്റെ അന്വേഷണം പറഞ്ഞ അറിയില്ലെന്ന് ഒന്ന് അന്വേഷണമൊക്കെ ഒന്ന് പറയണം കേട്ടോ. മുഖത്തൊരു ചിരി കാണുന്നില്ല ഇന്ന്. സാധാരണ ഞാൻ ചിരിക്കാറുണ്ടല്ലേ? ഇന്ന് പൊട്ടിച്ചിരിക്കേണ്ട ദിവസമല്ല. ഇതേതാ കോമഡി നിങ്ങൾ എടുത്ത് ചർച്ചയാക്കെടുത്തിട്ട്? ഇത് വേദനിക്കുന്ന ഒരു കാര്യമല്ലേ സജീവ്, നമ്മൾ ചിരിക്കാൻ പാടുണ്ടോ? ഇതൊരു എല്ലാം എന്റെ പൊന്നേട്ടാ. ഞാൻ ഇങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ, ഇതേതാ കോമഡി? ശരി, എന്നാലേ ഇന്ന് നമുക്ക് സമയമില്ല. നമുക്കൊരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇത് കോമഡി ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഞാൻ വിളിക്കാം സജീവ്. അപ്പോൾ സജീവ് അവിടെ ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ്. കുറേ ആളുകളുണ്ട്. ഓക്കെ, പ്രദീപ് കൊല്ലത്ത് എന്നോടൊപ്പം ചേരുന്നു. പ്രദീപേ. സാറേ, പെരുന്നാട് നിന്ന് ഞാൻ പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ് സാർ. ഒരു 2 മിനിറ്റ് സമയം എനിക്ക് തരണം. പെരുന്നാടുന്ന് എന്റെ അപേക്ഷയാണ് സാറേ. ഞാനൊരു വികലാംഗനാണ്. വികലാംഗന കാഴ്ചക്കുറവുള്ള ഒരാളാണ്. പെരുന്നാട് പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള. നമ്മുടെ സഹോദരിമാരടുത്ത് എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറഞ്ഞറിയോ? പിന്നെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടുന്നവരും MLA-മാരായാലും കാശുള്ളവരായാലും കാണാൻ കൊള്ളാവുന്നവര് അവരെ വരയിലൊന്നും ചെന്ന് എന്റെ സഹോദരിമാര് ചെന്ന് എന്ത് വാഗ്ദാനം കിട്ടിയാലും ചെന്ന് അവരെ ഇരയാട്ടി ചെന്ന് അവരെ മുമ്പിൽ ചെന്ന് ചാടരുത്. അതാണ് എനിക്ക് ഒന്നാമത് പറയാം. എന്താ അറിയോ, മുൻപത്തെ ഒരു കേസ് നിൽക്കണം. ഒരു ഡോക്ടറെ, ഒരു വേടനെതിരെ കേസ് കൊടുത്തൊരു ഡോക്ടറാണ്. ഇപ്പൊ ആലോചിക്കണം സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത ദുബായിൽ വെളിനാട്ടിലുള്ള ഒരു സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നറിയാം, ഇനി ഒരുപാട് സെലിബ്രിറ്റികൾ വരും, MLA വരും, മന്ത്രി വരും, കാണാൻ കൊള്ളാവുന്ന ഒരുപാട് ആൾക്കാർ വരും. ഈ സഹോദരിമാരൊക്കെ ചെന്ന് പറയുന്ന സ്നേഹമൊക്കെ അവരെ മനസ്സിലിരിക്കണം. അവരെ മാനം വിട്ട് ഒരിക്കലും ആ തെറ്റ് വഴിയിലേക്ക് സഞ്ചരിക്കരുതെന്നാണ് പറയാനുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പിന്നെ അങ്ങ് പെരുന്നാടുകാരനാണ്. ഏതായാലും അവിടെ നിന്ന് വിളിച്ചതിൽ പ്രദീപിന് സന്തോഷം. അപ്പോൾ ധാരാളം പ്രദീപ് ഉള്ളതുകൊണ്ട് ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ പ്രദീപ് പെരുന്നാട് തന്നെ പറയണം. അപ്പോഴേ ഞാൻ ഓർക്കുള്ളൂ. കാരണം പ്രദീപ് എന്ന് പറഞ്ഞ് വേറെയും നമുക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ പ്രേക്ഷകരുള്ളതുകൊണ്ട് കേട്ടോ. ഹലോ, ഓക്കെ. അപ്പോൾ പ്രദീപിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വളരെ വേഗം ഒരു കാര്യം സാറേ. പിന്നെ ഹലോ, കേൾക്കാം വളരെ വേഗത്തിൽ. സാറേ, എന്റെ മോനെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്, 7 8. ഈ കുറ്റം ചെയ്തിട്ട് വരുന്നവന്മാർക്കെല്ലാം നല്ല ജയിലിലൊക്കെ നല്ല ഞങ്ങൾ എന്നെ പോലുള്ള കരം കൊടുക്കുന്നവർക്ക് വിവരമായ സമൃദ്ധമായ ആഹാരങ്ങൾ അവന്മാർക്ക് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ജയിലിൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ആഹാരങ്ങളാണ് ജയിലിലൊക്കെ ഇവന്മാർക്ക് കൊടുക്കുന്നത്. ജയിലിലെ ശിക്ഷ പോരാ, ഇവനൊക്കെ കോടതി ചെല്ലുമ്പം കാശുണ്ടെങ്കിൽ അവിടുന്ന് വെറുതെ വിടും. മനസ്സിലായി? ദിലീപിന്റെ കേസ് തന്നെ എടുത്തോ, കുറ്റം ചെയ്ത ദിലീപിനെ പ്രവർത്തിക്കുക. നിയമ സംവിധാനം ശരിയല്ല. ശരി ശരി, അപ്പൊ വ്യക്തമാണ്. അപ്പൊ പ്രദീപിന്റെ ഏതായാലും ഞാൻ പ്രദീപ് പറഞ്ഞതൊക്കെ കേട്ടു. അപ്പൊ ഉസ്മാൻ കായംകുളത്തുനിന്ന്. ഉസ്മാൻ വളരെ വേഗത്തിൽ. ഉസ്മാൻ. സാറേ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പറയാൻ വ്യക്തികളല്ലേ സാറേ? ഉസ്മാന്റെ അവിടെ ടെലിഫോൺ ലൈനിൽ എന്താ പ്രശ്നം? കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയും. അപ്പൊ നമ്മുടെ സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും K മുരളീധരനും പറയും, ഇങ്ങനെ പറയും. അപ്പൊ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അനീഷ എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിച്ചിരുന്നു കൊല്ലത്ത് നിന്ന്. അവര് പറഞ്ഞത് അവർക്ക് തലയ്ക്ക് സുഖമില്ലാത്തതിനെ കൊണ്ടാ. ഇപ്പൊ എത്രാമത്തെ കേസ്? ഞാൻ അവർ പറഞ്ഞത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം ഉസ്മാനെ, അതൊക്കെ വേറെ കാര്യം. അതുകൊണ്ട് അവർ തലയിൽ സുഖമില്ലാത്ത ആളാണെന്നൊന്നും പറയുന്നത് അവരുടെ അഭിപ്രായം പറയാനാണ് നമ്മൾ പൊതുവേദി. അവർ പറഞ്ഞത് അതിനോട് എനിക്ക് യോജിപ്പില്ല, താങ്കൾക്ക് യോജിപ്പുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അവരെ മോശമാക്കാൻ ഈ പൊതുവേദി ഒരു വലിയ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ആളുകളെ സഭ്യമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യാന്നുള്ളത്. ശ്രീ ഉസ്മാൻ എന്താ ജോലി എടുക്കുന്നത്? അപ്പോൾ അത് ഈ ഡ്രൈവർമാരൊക്കെ ധാരാളം ഉള്ളൊരു വേദിയാണ് പൊതുവേദി. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ടാക്സി ഡ്രൈവർമാരൊക്കെ എത്ര സഭ്യമായിട്ടാണ് ആളുകൾ ആ ഡ്രൈവർ ജോലി ചെയ്യുന്നവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു വിഷമമാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അത് ഒരാളെ പരിഹസിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ അല്ല നമ്മുടെ പൊതുവേദി. ഓക്കെ, ശരി ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. സജിത്ത് ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സജിത്ത്. കേൾക്കാം കേൾക്കാം. ഇതില് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു MLA എന്ന് പറയുന്നത് ആ ഒരു മണ്ഡലത്തില് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു വ്യക്തി കൂടാണ്. അതായത് മീഡിയേഷൻ പോലും ആളുകൾ പിന്നെ
ആശ്രയിക്കുന്ന ഒരാളും കൂടെയാണ് MLA എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവാം ഈ സ്ത്രീകളും അവരുടെ ഒരു വ്യക്തിപരമായ പ്രശ്നം വന്നപ്പോൾ സ്ട്രോങ് ആയ ഒരു മനുഷ്യൻ, രാഷ്ട്രീയപരമായിട്ടും മറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് അവർ രാഹുലിനെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സപ്പോർട്ട് കിട്ടും ജീവിതത്തിൽ, കുടുംബ പ്രശ്നത്തിൽ ഇടപെടുകയും കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സ്ത്രീകളെ വശീകരിക്കുന്ന സ്വഭാവക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് രാഹുലിനെ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തില് ഒരാൾ ആശ്രയത്തിന് സമീപിക്കുമ്പോൾ അവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന വൃത്തികെട്ട നിലപാടാണ് ഒരു MLA ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യരുതാത്ത ഒരു നിലപാടാണ് രാഹുൽ ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയക്കുറവുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. KG കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KG കുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ, നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്ക് സ്ഥിരം ഞാൻ ഒരുപാട് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുക. സ്ഥിരം പ്രേക്ഷകരല്ലേ, അപ്പൊ ഞാനും കുറച്ച് ഇല്ല ഇപ്പൊ ഈ വിളിച്ച ആള് പറഞ്ഞത് ഏതാണ്ട് കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് ഇത് തന്നെ കാര്യം, കോൺഗ്രസ് നേതാക്കന്മാർ വീട്ടിലുള്ളവർക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നേരത്തെ തന്നെ അവര് അനൗദ്യോഗികമായിട്ടുള്ള ഒരു പരാതി സ്വീകരിച്ചിട്ട് അങ്ങനെ വെച്ച്. പക്ഷെ അന്ന് ആദ്യമായിട്ടൊരു പെണ്ണിന്റെ പരാതി കിട്ടിയ സമയത്ത് അവരത് പ്രയോജനപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അവർക്ക് വളരെ ബോധ്യമുണ്ട് ഈ വിളിക്കുന്ന ആൾക്കാർ പലരും രാഷ്ട്രീയ ചായ്വിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടെ കൊട്ടാരക്കരയൊക്കെ ആൾക്കാർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വേടന തുല്യം അര മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത്. ഇത് സത്യത്തിൽ ഇത് ചിരിക്കാൻ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടായെന്നുള്ള വിഷമം വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങയുടെ ആ ഒരു അതൊരു വിമർശനം അവിടെ ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. കാര്യം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസ് വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 കേസിലും പോലീസിന് പാളിച്ച പറ്റും. കാര്യം ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരു ലോക്കൽ ആളിനെ പോലെ ആകാൻ പാടില്ലല്ലോ. കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പൊ നമുക്ക് ഇനിയൊരു ദിവസം കുറെ കൂടെ വിശദമായി സംസാരിക്കാം. ഞാൻ കൂടുതൽ സ്ത്രീകളുടെ എന്ന് കേട്ടു. അപ്പൊ 2 സ്ത്രീകളാണ് പ്രതികരിച്ചത്, മറ്റുള്ളവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശ്രീനിവാസൻ വയലാറിനാവുമ്പോ ശശിധരനായിരിക്കും. ശ്രീ ശശിധരൻ, ഹലോ. ശ്രീനിവാസനാണോ? ശ്രീനിവാസൻ. ഞാന് വയലാർന്ന് കേട്ടപ്പോ ശശിധരൻ ഉണ്ട് നമ്മുടെ വയലാറിൽ, അപ്പൊ അദ്ദേഹമാണോ തെറ്റിദ്ധരിച്ചു? ഓക്കെ. വയലാർ ശശിധരൻ നമുക്കറിയാൻ അറിയാമോ? ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒഴിവാക്കണേ. ഇവരെ രാഷ്ട്രീയം ഒഴിവാക്കുകയും വേണം. അതുപോലെ ഇവരെയൊക്കെ ഇവരെയൊക്കെ കൂട്ടി നിൽക്കുന്ന ആ പാർട്ടിക്കാരെ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കാലം കഴിഞ്ഞു. അപ്പൊ ശ്രീ ശ്രീനിവാസൻ ഈ വയലാറിലാണ് താമസിക്കുന്നത്. എന്ത് ചെയ്യുന്നു ശ്രീനിവാസൻ? അതെ, വയലാറില് എന്ത് ചെയ്യുന്നു? എനിക്ക് പെയിന്റിംഗ് പണിയാ. എനിക്ക് പെയിന്റിംഗ് ജീവനക്കാരനാണ്. അപ്പൊ നമ്മുടെ ശശിധരൻ വയലാറിനെ അറിയാമോ? നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരം വിളിക്കുന്ന ആളാണ്. അയ്യോ, അറിയത്തില്ല, എനിക്കറിയത്തില്ല ചേട്ടാ. അപ്പൊ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ പറയാം, നമ്മുടെ അവിടെ വയലാറിൽ അദ്ദേഹം പറയുന്നു, വയലാറിൽ പൊതുവേദി കാണുന്ന ഏക പ്രേക്ഷകൻ ശ്രീ ശശിധരൻ വയലാർ. ഞാൻ ഈ ചാനലൊക്കെ ഞാൻ ന്യൂസ് 18 കാണാം. ഞാൻ എല്ലാ ചാനലും വെക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാം, വയലാറിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, പ്രത്യേകിച്ച് ശ്രീനിവാസൻ ഉണ്ട്. അപ്പോൾ പെയിന്റിംഗ് ജീവനക്കാർ കൂടെ സഹപ്രവർത്തകർക്കെല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കണം. നമുക്ക് അവരെ കൂടി നമ്മുടെ ഈ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കണം. ഓക്കെ. അപ്പൊ സന്തോഷ് എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഹലോ. എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇപ്പൊ ഈ കേസൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു ബിഷപ്പ് ഫ്രാങ്കോന്റെ ഒരു കേസുണ്ട്. ആ കേസില് ആ കന്യാസ്ത്രീ ഇപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയായിട്ട് സർക്കാർ കൊടുത്തിട്ടില്ല. അതിജീവിതയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ സജി ചെറിയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. കേസൊക്കെ ശരിയാണ്. ഇപ്പൊ പിന്നെ വേറെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ വാഗ്ദാനങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാണ് സ്ത്രീകളൊക്കെ പോകുന്നത്? നിയമപരമായി കല്യാണം കഴിച്ചിട്ട് പോയാൽ പോരെ? ഞങ്ങളൊക്കെ നാട്ടിലെ ഒരു സ്ത്രീയോട് ഒരു പെൺകുട്ടിയോട് റൂമിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നിന്റെ അമ്മനെ പോയി വിളിക്കാന്ന് പറയും. ആ ധൈര്യം കാണിക്കണം. സമയം കുറവുകൊണ്ടാണ്. സന്തോഷിന്റെ വാക്കുകൾ ഏതായാലും കൃത്യമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഈ യൂട്യൂബിൽ കമൻ്റ് എഴുതിയിടുന്ന ഒരു കബീർ കെക്ക് എന്നെ വിമർശിക്കാൻ അങ്ങേയറ്റത്തെ സന്തോഷം. പക്ഷേ ഇത് സ്ത്രീകളും അതുപോലെ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള ഒക്കെ ആളുകൾ കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കബീർ. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും എഴുതുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ ശീലിച്ചില്ലെങ്കിൽ കബീറിനെ ആളുകൾ തെറ്റിദ്ധരിക്കും. അതാണ് എന്നെ ആളുകൾക്കറിയാം. എത്രയോ വർഷമായി, ദിവസങ്ങളായി, മാസങ്ങളായി ഞാൻ പൊതുവേദി അവതരിപ്പിക്കുകയാണ്. പലരോടും വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് എന്നെ അറിയാം. കബീർ എന്തെങ്കിലും എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ട് ആളുകൾ അതൊന്നും വിശ്വസിക്കില്ല. പക്ഷേ കബീറിനെ പറ്റി അവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഈ ഭാഷ അങ്ങേയറ്റം മോശമാണ്. ഇത്
ഈ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ഒരു ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മറ്റുള്ളവർക്കും അങ്ങനെ തോന്നാനാണ് വഴി. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമുണ്ട്, ഇത്തരക്കാരെ അധികം പ്രോത്സാഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ള നിലപാട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അങ്ങ് നന്നാവുമെന്നാണ്. അതുകൊണ്ട് മേലാൽ ഇത്തരം പരിപാടികളിൽ വരുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, അതുപോലെ ഒട്ടനവധി പിന്നെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഡ്രൈവിംഗ്, അതുപോലെ പെയിൻറ്റിങ്, അങ്ങനെയൊക്കെ ഉള്ള വ്യത്യസ്തരായ ആളുകൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ നമ്മളടുത്ത് സംസാരിച്ചു. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, പല മേഖലയിലുള്ള സംസ്കാര സമ്പന്നരായ മനുഷ്യർ നാട് മാറണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പൊതുവേദിയിൽ അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നത്, അല്ലാതെ അവർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ അത്തരക്കാരുടെ ഇടയിൽ വരുമ്പോൾ ആ അത്തരക്കാരെ പോലെ പെരുമാറാൻ താങ്കൾ പഠിച്ചാൽ അത് താങ്കൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇത് വീട്ടിലൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മനുവിനെ നെതിരെ ആരോപണം പറഞ്ഞത് വ്യാജമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. നേരത്തെ അക്യൂറസ് പറഞ്ഞ് എനിക്കെതിരെ ഏതൊരു അതിജീവിത പരാതി നൽകിയെന്ന് ഇതിൽ എഴുതി വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് ആ ആരോപണം വ്യാജമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കോമൺ സെൻസാണ് എന്ന് പറയുകയാണ്. ഓക്കെ, ഇതിൽ ഒരാൾ മാത്രമേ കുറ്റം ചെയ്തിട്ടുള്ളൂ എന്ന് എന്നോട് അൽനദി ചോദിക്കുന്നു. എനിക്കറിയില്ല ആരാ കുറ്റം ചെയ്തത്, അതൊക്കെ കോടതി കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെയുള്ളവർ ജനാധിപത്യത്തിന് അപമാനം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കുന്നു, അത് രാഹുൽ മാങ്കൂട്ടമായാലും മറ്റാരായാലും അങ്ങനെ ആകണം എന്ന് പറയുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എക്സിബിഷനിൽ വെക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെബാസ്റ്റ്യനും കുറച്ചൊക്കെ ഒരു സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. അങ്ങ് പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാൻ എന്നും അങ്ങയുടെ കമൻറ്റ് വായിക്കുന്നതാണ്. അങ്ങ് പലപ്പോഴും നല്ല രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങേ എനിക്ക് തോന്നുന്നൊരു ഇടതുപക്ഷ ചിന്തകനും കൂടിയാണ്. അപ്പോൾ ഒരു ഇടതുപക്ഷക്കാരന് യോജിച്ച ഭാഷയല്ല ഈ നില വിട്ടുപോലുള്ള പെരുമാറ്റം. രമേശൻ PK എന്നോട് പറയുന്നു, റോസ്ലി ചേച്ചി എന്ത് നല്ല അഭിപ്രായം പറഞ്ഞു, നീതി ദേവത ഇതൊന്നും കണ്ടില്ലേ എന്ന്. അപ്പോൾ എനിക്ക് മറ്റൊരു രമേഷിനെ കുറിച്ച് ഓർമ്മ വരും. നമ്മുടെ ഷൊർണൂരിലൊരു രമേഷ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജനപ്രതിനിധിയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പൊതുവേദിയിലുണ്ട്. എന്നാൽ രമേഷിനെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. റോസ്ല പറയുന്നത് ശരിയാണെന്ന് എന്നോട് അരുന്ധതി പറയുന്നു. ഓക്കെ, അപ്പോൾ രാധാകൃഷ്ണൻ വൈറ്റിലിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയായിരിക്കും. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. അപ്പോൾ കൂടുതൽ സ്ത്രീ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് നോക്കാം അവർക്ക് ആർക്കെങ്കിലും ഫോൺ വിളിച്ചാൽ കിട്ടുമോ എന്ന്. അപ്പോൾ ഷോർട്ട് ബ്രേക്ക്, ചെറിയ ഇടവേള. എന്ന് പറയുന്നത് അങ്ങനെ അതൊരു നാടൻ പ്രയോഗമാണെങ്കിൽ അത് വളരെ ശരിയാണ്. രണ്ട് പക്ഷത്തും ആളുകൾ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് OSRTS പറയുന്നത് ഇതിനിടയ്ക്കും ഉഭയകക്ഷി സമ്മതത്തിനൊക്കെ ഇടയിലും ഈ പൊതുപ്രവർത്തനത്തിന് സമയം കണ്ടെത്തുന്ന രാഹുലിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, സമ്മതിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ് കോമ്രേഡ് എന്നോട് പറയുന്നത് ഇയാൾക്ക് കോൺഗ്രസ് എല്ലാ കൊള്ളരുതായ്മയ്ക്കും നല്ല സഹായം ചെയ്തു കൊടുത്തെന്ന ആക്ഷേപം ഉണ്ട് എന്ന് പറയുന്നു. അഹങ്കാരം മനുഷ്യനെ അധപ്പതിക്കും എന്ന് എന്നോട് രഘുനാഥ് പറയുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ തിരുമുല്ലവാരത്തുള്ള രഘുനന്ദനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇയാളിനി വെളിയിലിറങ്ങരുത് എന്ന് അഭിലാഷ് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഒരു മോശം കമൻറ്റ്, ഒരു ഭാഷാപരമായ ഒരു മോശം പ്രയോഗം നടത്തിയ കബീറിനോട് ജയകുമാറും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജയകുമാറും ആ അഭിപ്രായത്തോട് പറയുന്നു ഇതുപോലത്തെ കമൻറ്റുകൾ ഇടരുത് എന്ന്. അത് ആരും അംഗീകരിക്കുന്നില്ല. അങ്ങ് എന്തോ വലിയ ആളായി എന്ന് കരുതിയിട്ടാണ് കബീർ ഇത് ഇടുന്നെങ്കിൽ ആളുകൾ അങ്ങേ വളരെ ചെറുതായാണ് കാണുന്നത്. അപ്പോൾ സഭ്യമായ ഭാഷയിൽ രൂക്ഷമായി വിമർശിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മളൊരു ക്രിയാത്മകമായ ഒരു പൗരനായി നിലയുറപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ശ്രീ പ്രേമരാജൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. കുറച്ചായി പ്രേമരാജനുമായിട്ട് സംസാരിച്ചു. ശ്രീ പ്രേമരാജൻ നമസ്കാരം. നമസ്കാരം. അങ്ങേ നമ്മൾ സംസാരിച്ച് കുറച്ച് ദിവസമായി അല്ലേ? ഇല്ലില്ല, 2 ദിവസം മുമ്പ് കിട്ടീനി. മുമ്പ് 3 ദിവസം കിട്ടി. പിന്നെ ഇവരൊരു ജനപ്രതിനിധിയായോണ്ട് ചെയ്ത് വളരെ ചെറുത്തരാണ്. രണ്ടാമത് ഈ പെണ്ണുങ്ങൾ വിളിക്കുമ്പോ അപ്പാട് കല്യാണം കഴിക്കുന്ന നേരെ ലോട്ടിലേക്ക് പോക്കാം അല്ലല്ലോ. അത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങോട്ട് പറയാം അച്ഛനോടോ അമ്മയോടോ വീട്ടിൽ വന്ന് ചോദിക്കുക. അങ്ങനെയാണല്ലോ എൻ്റെ ഇത്. അതെ, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സ്വന്തമായി അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകളാകുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് അങ്ങ് പോയതാണോ എന്ന് എനിക്കറിയാം. അങ്ങനെ പോകാൻ പാടില്ലല്ലോ മനു. നമ്മളിപ്പം ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും അങ്ങനെയല്ല ഉള്ളത്. പക്ഷെ അത് അതിനെയൊക്കെ എത്രയോ ഇരട്ടിയല്ലേ, 100 ഇരട്ടിയല്ലേ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ചെയ്യാമോ? അതെ, ജനപ്രതിനിധി ചെയ്യാൻ പാടില്ല. ജനപ്രതിനിധി ഒരിക്കലും ഞാൻ വിചാരിക്കില്ല. സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നാടിന് നന്മ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചെയ്ത് നമ്മളൊരിക്കലും അനുകൂലിക്കില്ല. പക്ഷെ ഈ പോയ പെണ്ണിനോ
ചെയ്യാൻ പാടില്ല. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ആളുകളുള്ളതുകൊണ്ടാണ് നമുക്ക് സ്ഥിരം സംസാരിക്കാം. ഓക്കെ. അപ്പോൾ രഘുനന്ദനൻ എന്നോട് പറഞ്ഞ അഹങ്കാരവും അഹംഭാവമാണ് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീകുട്ടി എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ളവരാണ് ജനാധിപത്യത്തിന് അപമാനം. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷ അർഹിക്കുന്നു. അത് രാഹുൽ മാക്കൂട്ടായാലും ശരി, മറ്റാരായാലും ശരി എന്ന് പറയുന്നു. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നത് SFI മെമ്പറായിരുന്നു പഠിക്കുമ്പോൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെബാസ്റ്റ്യൻ, നമ്മൾ SFI മെമ്പറൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ നമ്മൾ പൊതു സഭകളിൽ കുറച്ച് കൂടി ഒരു ജാഗ്രത പാലിച്ചാൽ അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പ്രവർത്തിച്ച സംഘടനയ്ക്ക് പോലും മോശമാണ്. അപ്പോൾ നല്ല ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അങ്ങയോട് ഞാൻ പറയുകയാണ്. ഈ വിളിച്ച സ്ത്രീകളൊക്കെ രാഹുലിനെ സപ്പോർട്ട് കൂട്ടുന്നുവല്ലോ മനു എന്ന് എന്നോട് ശശിധരൻ പിള്ള പറയുന്നു. അപ്പോൾ ശശിധരൻ പിള്ള അവിടെ ഇരുന്ന് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. ശശിധരൻ പിള്ള എന്നോടൊന്ന് പറഞ്ഞത് ഈ വയലാറിൽ എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ് അങ്ങെന്നാണ്. പക്ഷേ വയലാറിൽ നിന്ന് ഇപ്പോൾ പൊതുവേദിയിലേക്ക് വേറെ പ്രേക്ഷകരൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൂടുതൽ ആളുകൾ കാണുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ പൊതുവേദി ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടി, നമ്മുടെ റഷീദുണ്ട് കൊയിലാണ്ടിയിൽ നിന്ന്. അദ്ദേഹം UDF കാരനാണ്. ഈ ഘട്ടത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റഷീദ് കൊയിലാണ്ടി, ഈ പോലീസിൻ്റെ ഈ ഇത് കണ്ടപ്പോൾ ഇത് ഒരു കൈവിട്ട കളിയാണെന്ന് തോന്നിയോ അതോ പോലീസ് വളരെ ജാഗ്രതാപൂർവം ഒരു പ്രതിയെ പിടിച്ചു എന്നാണ് തോന്നിയത്? അതായത് രണ്ട് സ്ത്രീ ശ്രോതാക്കൾ പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ എന്താണ് ഇങ്ങനെ ആയിപ്പോകുന്നത്? അപ്പൊ ഈ MLA ഇങ്ങനെ എന്താ ആയിപ്പോയിന്ന് എന്താ ശ്രീ റഷീദ് കൊയിലാണ്ടി ചോദിക്കാത്തത്? അയാൾക്ക് കാര്യമായ രോഗമുണ്ട്. ആ രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത്. കോൺഗ്രസ് അയാൾ അന്ന് തന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് അല്ല ഇപ്പൊ അയാൾ. കോൺഗ്രസ് ഒന്ന് പുറത്താക്കിയ ഒരാളായിട്ടാണ് നമുക്ക് കാണേണ്ടതുള്ളൂ. അദ്ദേഹം എന്തോ വൈകൃതമുള്ള എന്തോ ആളാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുകയാണ് വേണ്ടത്. പോലീസ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ചികിത്സിച്ച് ഈ രോഗം മാറ്റിയെടുക്കാണ് വേണ്ടത്. അതേപോലെ സ്ത്രീകൾ ഇങ്ങനെ പാഞ്ഞു കയറി പോകേണ്ട വലിയ കാര്യം. ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരു പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ? ഇല്ലല്ലോ, അങ്ങനെ പോകാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ഇയാൾക്ക് എന്താണ് രണ്ടാമത് കല്യാണം കഴിച്ച സ്ത്രീകളോട് ഇത്ര താല്പര്യം? അപ്പൊ അതെന്തോ ഒരു രോഗമാണ്. ഇതെന്തോ ഒരു രോഗമാണ്. ഈ രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത്. അദ്ദേഹത്തിന് കാര്യമായ ചികിത്സയാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ സ്ത്രീകൾ ഇങ്ങനെ വിഡിത്തരത്തിലൊന്നും പോയി ചാടല്ലേ. സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ. സാർ നമസ്കാരം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് രോഗമായിരിക്കാം, അല്ലെ കാമഭ്രാന്തായിരിക്കാം. പക്ഷെ പബ്ലിക്കിന് കൊടുക്കുന്ന പണം തിരിച്ചു മേടിക്കണം എനിക്ക് പറയാനുള്ളത്. അത് വളരെ വളരെ ശരിയാണ്. ഞാൻ ഈ അങ്ങ് പറഞ്ഞതിന് 100% ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുത്ത നികുതി പണം കൊണ്ട് കൈപ്പറ്റിയ ശമ്പളം ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു നീക്കം നടത്തണം. അതിനൊരു അങ്ങനെ ഒരു നിയമസഭ ഉണ്ടാക്കണം. പിന്നെ കോൺഗ്രസ് വ്യക്തികൾ ന്യായീകരിക്കുന്നത് കോൺഗ്രസിന് പുറത്താക്കിയിട്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ട് അദ്ദേഹം അവിടെ MLA ആയത്. കോൺഗ്രസിന് ആർജവം ഉണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം. ഞങ്ങൾ പുറത്താക്കി പബ്ലിക്കിന് ഇവർ മാനം കെടുത്തുന്ന കോൺഗ്രസ് ആഹ്വാനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ കൈപ്പത്തി അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ MLA ആക്കിയത്. കോൺഗ്രസിന് ഉൾപ്പുണ്ടോ? ശരി, ഓക്കെ. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജൻ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പോ ഇതിൽ പറയാനുള്ള ഇത് പണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രോഗമൊന്നല്ല. ഇതിൽ എന്താ വെച്ചാൽ ഈ തെറ്റായിട്ടുള്ളൊരു നിലപാടാണ്, തെറ്റുള്ള കാര്യമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഗവൺമെന്റിനെതിരെ ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കുക, പറ്റുമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യും, എന്നെ പൂട്ടാൻ നോക്കുക, പിണറായി വിജയ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു സാമാന്യ മര്യാദയുള്ള വ്യക്തിയാവണം. ഇപ്പൊ 2-3 വിഷയത്തിലാണ് ഇപ്പൊ ഇദ്ദേഹം പ്രതി. അപ്പൊ ഇതെന്താ വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു കോൺഗ്രസ് പ്രവർത്തനാണെങ്കിൽ അത് വ്യക്തമായിട്ട് എന്റെ കയ്യിൽ തെറ്റുപറ്റിയില്ല, അങ്ങനെ വേണ്ട, ഈ കാലഘട്ടം അങ്ങനെയാണെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ കോൺഗ്രസ് അവന്റെ ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവോ സതീഷ് അവന്റെ ഒപ്പം നിൽക്കുന്നതിനല്ല ഉദ്ദേശിച്ചത്. ഇതിലുള്ള ആൾക്കാരെ ഇവർ വ്യക്തമായിട്ട് കോൺഗ്രസ് നിർത്തി പുറത്താക്കണം. അത് ചെയ്തില്ല. പിന്നെ ഇപ്പൊ കുര്യൻ ഈ അടുത്തൊരു വിഷയം ഒരു വേദിയില് കുര്യന്റെ ചെവിയിൽ ഇദ്ദേഹം എന്തോ സംസാരിക്കുന്നത്, അതിന് തൊട്ടു മുമ്പ് കുര്യൻ ഇവനെ തള്ളിപ്പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം മാറ്റി പറഞ്ഞു. അപ്പോ രാഹുലിന്റെ കയ്യില് കോൺഗ്രസിനെതിരെ, അതായത് നേതാക്കന്മാർക്കെതിരെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട്. കുര്യനെതിരെയുള്ള ഡീറ്റെയിൽ ഒക്കെ അങ്ങേക്കും അറിയായിരിക്കും, എനിക്കും അറിയായിരിക്കും. ശരി, അങ്ങയുടെ വീട് കുറുക്കഞ്ചേരിയാണോ?
അല്ലല്ല, തൃശ്ശൂർ കമല ഹോസ്പിറ്റലിന്റെ പിൻവശം. കമല ഹോസ്പിറ്റലിന്റെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നേതാവിനെ നമ്മൾ തള്ളിപ്പറയില്ല, ഒരിക്കലും തള്ളിപ്പറയില്ല. പക്ഷെ നിലപാടുകൾക്ക് ഇത്തിരി ആണത്വം വേണം, അത്ര തന്നെ ഇതിന് പറയാനുള്ളൂ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃത്യമാണ്. ഷാജി കൊല്ലം എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഷാജി. നമസ്കാരം. എനിക്കൊരു മിനിറ്റ് തരണേ. പിന്നെ അല്ല, ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈകൃത സ്വഭാവത്തിന്റെ ഉടമയാണ് അദ്ദേഹം. പിന്നെ പലരും വന്ന് ഈ ചിലരുടെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോഴേ നമ്മളെ ഈ വി ഡി സതീശൻ ഉൾപ്പെടെ, വി ഡി സതീശൻ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സ്ട്രോങ് ആയിട്ട് ഇദ്ദേഹത്തിനെതിരെ സംഘടനാ തലത്തിൽ നിന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെവിട്ടിലൊക്കെ വന്ന് പിന്നെ വൈകൃതമായിട്ടുള്ള കമന്റുകൾ ചെയ്യുന്നവരെ ഏറെക്കുറെയൊക്കെ നമ്മുടെ ഈ ചർച്ചയിലൂടെ ചിലരെയൊക്കെ കാണാൻ കഴിഞ്ഞു, അവരുടെ മുഖങ്ങളെ. അപ്പൊ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതൃകാ വൃക്ഷം, ഒരു പഞ്ചായത്ത് മെമ്പറായ പോലും നമ്മൾ എത്ര പേര് നമ്മുടെ വീട്ടുകളിൽ വരും കാണാനായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ? ഇതിപ്പം അവർ പോയോ, ചിലർ ചോദിക്കുന്നത് വിളിച്ചുടനെ പോയതാണോ നമുക്കറിയത്തില്ല, ഈ പറയുന്നവർക്കും അറിയത്തില്ല. ഇവര് ഗ്രാജുവലായിട്ട് ഈ കണ്ണിങ് ആയിട്ടുള്ള ഈ മനുഷ്യൻ കണ്ണിങ് ആയിട്ട് ഗ്രാജുവലായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചു, സൗഹൃദം സ്ഥാപിച്ചു, പൈസ പിന്നെ കടം മേടിക്കുന്നു, ഓരോന്നിനും സമ്മാനങ്ങളായിട്ട് മേടിക്കുന്നു. അങ്ങനെ അവര് സാമ്പത്തികം ഉള്ളിടത്തു നിന്നായിരിക്കാം ഒരുപക്ഷെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേടിക്കുന്നു, അങ്ങനെ വിശ്വാസം ആർജിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ ചെന്നത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പലർക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി പോയതിലാണ് വിഷമം. ഒരു എം എൽ എക്ക് ചേർന്ന പണി, ഒരു എം പിയുടെ വീട്ടില് ഇദ്ദേഹം എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ള ഒരു ആരോപണമുണ്ട്. ആ മുൻ എം പി ഇതുവരെ വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വലിയൊരു നേതാവിന്റെ ഭാര്യയ്ക്ക് ഒരു കമന്റ് ഒക്കെ ചെയ്ത ഒരു വിഷയം, അല്ല അവരൊരു അഭിപ്രായം പറഞ്ഞതിന്റെ ഒരു വിഷയമുണ്ട്. അവരുടെ അഭിപ്രായം പിൻവലിച്ച് മുങ്ങി. ഇപ്പൊ എന്നിട്ടും വന്ന് ഒരു നാണവും ഇല്ലാതെ വന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ പിണറായി വിജയനെ തെറി വിളിക്കുന്നു. പിണറായി വിജയൻ തവണ പൂങ്കുഴലി എങ്ങനെയാണ് ഇത് അറസ്റ്റിലേക്ക് പോയതെന്ന് അവരുടെ വീഡിയോ കോൺഫറൻസിലൂടെ മൊഴിയെടുത്തെന്നും വളരെ പ്ലാനിങ് ആയിട്ട് ഒരു പ്രാവശ്യം അബദ്ധം പറ്റി, ആ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ പ്ലാനിങ് ആയിട്ട് കേരള പോലീസ് ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഈ അറസ്റ്റ്. അതിന് ഇവിടെ കിടന്ന് കയറിവിട്ട യഥാർത്ഥത്തിൽ വൈകൃത മനസ്സിന് ഉടമയാണ് അയാൾ ഈ സമൂഹത്തിൽ, ഈ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകരായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അയാൾ ഈ ചൂരൽമലയുടെ പേരിൽ പൈസ പിരിച്ചു, അതിന്റെ ഏതാണ്ട് ലക്കി ഡിപ്പ് പ്രൈസ് നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലും പൈസ പിരിച്ചു. അത് ചൂരൽമലയിലെ ആൾക്കാർ എന്ത് വിചാരിക്കും? ആ വീട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഈ എല്ലാ മാസവും വന്ന് ടി വിയിൽ വന്ന് അല്ലെങ്കിൽ വാർത്തയുടെ മുമ്പിൽ വന്ന് കല്ലിടുന്നതേ ഉള്ളൂ. ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്. അവിടെ പോലും ഇതിന്റെ പേര് വിചാരത്തിന് വേണ്ടിയിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിനിയോഗിച്ചു. ആ ചൂരൽമലയിൽ അന്തേവാസികളുടെ വിഷമം പോലും ഒരു സമൂഹത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആളല്ല. ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള സമീപനം ഉണ്ടാവണം. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന അയാൾ ഒരിക്കലും. അഭിപ്രായം കൃത്യമാണ്. നമ്മുടെ സമയം കഴിയാറായതുകൊണ്ടാണ്, 3-4 പേർ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങ് പറയുന്നത്. എനിക്ക് വ്യക്തമാണ്. അപ്പോൾ രാഹുൽ കുറ്റക്കാരനായിരിക്കാൻ തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, രാഷ്ട്രീയം ഇല്ലാതെ ചർച്ച ചെയ്യണം, നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും കിട്ടണം എന്ന് കുര്യൻ കെ എന്നോട് പറയുന്നു. പൊട്ടൻസി ടെസ്റ്റ് നെഗറ്റീവായവർക്ക് മാത്രം ഇലക്ഷനിൽ നിന്നാൽ മതി എന്നൊരു നിയമം കൊണ്ടുവരണമെന്ന് എന്നോട് അക്വറസ് ചോദിക്കുന്നു. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അത് അങ്ങനെ ഒരു ആവശ്യം ഉയരാതെ ഇരിക്കാൻ വഴിയില്ല എന്നാണ് അക്യൂറസി എനിക്കും തോന്നുന്നത്. പോലീസിൻ്റെ ബുദ്ധി അതിബുദ്ധിയാകാതിരുന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ സുബ്രഹ്മണ്യൻ സി, നമുക്ക് പൊതുവായി നല്ല ഒരു ഭാഷാപ്രയോഗം നടത്താം. അപ്പോൾ അങ്ങയുടെ അപ്പോൾ ശശിധരൻ പിള്ള, പിന്നെ നമ്മുടെ വയലാർ ശശിധരനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന് വരെ പൊതുവേദി കാണുന്ന ആളാണെന്ന് എന്നെ ഓർപ്പിക്കുക. എനിക്കറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അങ്ങുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വയലാറിൽ വേറെ നമ്മുടെ ശ്രീനിവാസനും ഒക്കെ പൊതുവേദി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ അറിയുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. സ്വന്തം പാർട്ടിയിലുള്ളവർ പീഡിപ്പിച്ചാലും കേസിൽ പ്രതിയായാലും ഓക്കെ, സ്വന്തം പാർട്ടിയിലുള്ളവരെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നാണ് അവിടെ ആരോപണം. ഓക്കെ. അത് ജാഫർ പറയുന്നു, രാഹുലിൻ്റെ രാജി ചോദിച്ചു വാങ്ങിയിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് തലകുനിക്കേണ്ടി വരുമായിരുന്നില്ല, ചിലർ നേതാക്കൾ ഭയക്കുന്നു എന്നാണ് പറയുന്നത്. അധികാരം കയ്യിലില്ലാഞ്ഞിട്ട് ഇത്ര, അപ്പോൾ അധികാരം കിട്ടിയാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോട്, AK കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മൈക്കിൾ ഇടുക്കിയിൽ നിന്ന് എന്നോട് ഒപ്പം ചേരുന്നു. ശ്രീ മൈക്കിൾ. സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ജനാധിപത്യം വിജയിക്കുന്നു. ചെറിയവനോ വലിയവനൊന്നില്ലാതെ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമായി, കുറ്റം ചെയ്തവനെ കണ്ടുപിടിച്ച് അവന് തക്കതായ ശിക്ഷ കൊടുക്കുന്ന നമ്മുടെ നാട് വളരെ മനോഹരമാണ്. ആ നാട്ടില് വലിയവൻ, ഇത് മാമകിട്ടത്തിൽ എന്ന് പറയുന്ന ആളായിരുന്നാലും ശരി, MP ആയിരുന്നാലും ശരി, മന്ത്രി ആയിരുന്നാലും ശരി, കുറ്റം ചെയ്താൽ അവനെ പിടിക്കപ്പെടും.
അങ്ങനെയുള്ള നല്ല പോലീസുകാരും ഉള്ള നാടാണ് നമ്മുടെ നാട്. അതോടെ നമുക്ക് പോലീസിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഓക്കെ, അഭിനന്ദനം. നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാമല്ലോ, നമുക്ക് നാട്ടിൽ ജീവിക്കാമെന്നുള്ളൊരു നാടല്ലേ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എനിക്ക് ശ്രീ മൈക്കിൾ, സമയം കുറഞ്ഞതുകൊണ്ടാണ് അങ്ങ് വിളിച്ചതും അഭിപ്രായം പങ്കുവച്ചതിലും സന്തോഷം. ചന്ദ്രൻ കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ. സാർ നമസ്കാരം. നമസ്കാരം സാർ, എനിക്ക് കുറച്ച് വാക്കുകളെ പറയാനുള്ളൂ. സാർ, ഈ ഒരു പ്രശ്നം ആദ്യം വന്നതിന് ശേഷം ഒരുപാട് മുറവിളിക്കും അതുപോലെ വിമർശനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം വരുന്നത്. പക്ഷെ ഇന്നലെ രാത്രി വരെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും ചെറിയ നേതാക്കളൊക്കെ ഇവരെ കൂടെ ഉള്ളത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇപ്പോ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇവരൊക്കെ തല പൂർത്തി വെച്ചിരിക്കുകയാണ് സാറേ. സത്യമായിട്ടും അങ്ങനെയാണ് ഈ സംഘടനയുടെ പോക്ക്. വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സെബീന സുൽഫിക്ക് പാവം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അതുപോലെ ശ്രീ സുൽഫിയും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ രണ്ടുപേരും വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം. ശ്രീമതി സെഫീന ഇന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അത് എന്താകും ആയിരുന്നു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം സ്ത്രീകളുടെ ഒരു പ്രതികരണം ഞാനിതിൽ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ പലർക്കും ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ ഇനി ഐ കുഡ് നോട്ട് കണക്ട്. ഓക്കെ, നോ പ്രോബ്ലം. നമുക്കിത് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. അപ്പോൾ ജാഫർ എന്നോട് പറയുന്നു രാഹുലിൻ്റെ രാജി ചോദിച്ചു വാങ്ങിക്കണമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ. നമസ്കാരം. 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 ഈ പൊതുപ്രവർത്തകർ എപ്പോഴും സമൂഹത്തിൽ മാന്യത പുലർത്തണം. ഒരു മാതൃകാ പുരുഷന്മാരായി ഇരിക്കേണ്ടവരാണ്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കേണ്ടവരാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇതുപോലെ ജീവിതങ്ങൾ പൊതുപ്രവർത്തകരെ തേടി വരും. അപ്പൊ അതിനകത്തൊന്നും പോയി ചാടി കൊടുത്തിട്ട് കാര്യമില്ല. ഇതിപ്പോ കേസൊക്കെ എന്തായാലും ജാമ്യം കൊടുക്കും, പുറത്തും വരും. നമ്മൾ കണ്ടതാണ് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ വരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടും ഇപ്പൊ ശബരിമല കൊള്ള നടത്തിയിട്ടും സുഖമായിട്ട് അവിടെ ഇരിക്കണേ, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഇലക്ഷന്റെ ഇതാണ്. എന്തായാലും തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്തത് ശിക്ഷ മേടിക്കണം. ഇതുപോലെ പലരും വന്ന് ഇത് ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. അപ്പോൾ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്കധികം സംസാരിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. പോലീസിന് വലിയ തോതിൽ ഒരു അഭിമാന നിമിഷമാണോ ഇത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ അതിൽ 34% ആളുകളെ പോലീസിനെ പിന്താങ്ങുന്നുള്ളൂ. 64% ആളുകൾ പോലീസ് സല്യൂട്ട് അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഒരു മറുപടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും കുറ്റകൃത്യങ്ങളിൽ പോലീസ് നിരപേക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം അത്യാവശ്യമാണ്. അതാണ് നിയമവാഴ്ചയുടെ അടിസ്ഥാന ഘടകം. പ്രതികളുടെ രാഷ്ട്രീയമോ സ്വാധീനമോ അധികാര സ്ഥാനമോ ഒന്നും പരിഗണിക്കാതെ നിയമം നടപ്പിലാക്കണം. അങ്ങനെ നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കണം. നിരപേക്ഷമായ അന്വേഷണം, സമയബന്ധിതമായ നടപടി, അതൊക്കെയാണ് ഇരകൾക്ക് നീതി ഉറപ്പാക്കുക. രാഷ്ട്രീയ നിറം നോക്കാതെ സത്യസന്ധമായ നടപടി ഉണ്ടാകും എന്ന ബോധ്യം വരുമ്പോഴാണ് നിയമത്തെ പൊതുജനവും ബഹുമാനിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.